ഇവിടെ കേരള നിയമസഭയുടെ ഈ ഹാളിൽ തന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ശ്രീനേട്ടന്റെ ആത്മാവ് ഒരുപക്ഷെ ഇപ്പോ അതിനെക്കുറിച്ച് തന്നെ വളരെ വിമർശനാത്മകമായും ആക്ഷേപഹാസ്യപരമായും ഒരു പരിധിവരെ തത്വചിന്താപരമായും ഒക്കെ ഒരു നല്ല കമന്റ് അദ്ദേഹത്തിൽ നിന്നുണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ജീവിതത്തെയും ഈ ലോകത്തെയും ഈ ലോകത്തെ മനുഷ്യരെയും മനുഷ്യ അവസ്ഥകളെയും എല്ലാത്തിനെയും മറ്റൊരു തരത്തിൽ വീക്ഷിക്കുന്ന ഒരു മഹാപ്രതിഭ. നമ്മളൊക്കെ സാധാരണ ജീവിതത്തെയോ അല്ലെങ്കിൽ ലോകത്തെയോ നോക്കി കാണുന്ന തരത്തിൽ നിന്നൊക്കെ മാറി മറ്റൊരു ഡയമെൻഷനിൽ ഇതിനെല്ലാം സമഗ്രമായി കാണാൻ പറ്റുന്ന അതൊരു ഉയർന്ന ചിന്തയുടെയും ബുദ്ധിയുടെയും നമ്മൾ ഈ ജീനിയസ് എന്നൊക്കെ പലപ്പോഴും പറയുന്ന ആ വാക്കിന് യഥാർത്ഥ ഒരു അർത്ഥം അതാണ് ശ്രീനേട്ടൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അഭ്രപാളികളിൽ വളരെ വിസ്മയത്തോടെ അഭിനയവും അദ്ദേഹത്തിന്റെ തിരക്കഥകളും ഒക്കെ ഇങ്ങനെ വല്ലാതെ ഒരു ആവശ്യത്തോടെ കണ്ടിരുന്നതാണ്. പിൽക്കാലത്ത് അദ്ദേഹത്തോടൊപ്പം കുറെ സിനിമകൾ, ഒരുപാടൊന്നുമില്ല, എങ്കിലും അവസാന കാലത്ത് മോഹൻലാലിന്റെ ഈ അരവിന്ദന്റെ അതിഥികൾ പോലുള്ള സിനിമകൾ വരെ കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ പല വിഗ്രഹതുല്യമായ വ്യക്തിത്വങ്ങളിലേക്കും നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കി കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു മഹത്വം തോന്നും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വിഗ്രഹങ്ങൾ കൂടുതൽ അടുത്തറിയുകയും അവരുമായിട്ട് അടുത്ത് ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അവരുടെ ഒരു മഹത്വത്തിന് പലപ്പോഴും മങ്ങലേൽക്കാറാണ് പതിവ്. പക്ഷെ ശ്രീനേട്ടനെ സംബന്ധിച്ച് ഞാൻ ദൂരെ നിന്ന് കണ്ടിരുന്ന ആ ഒരു ശ്രീനേട്ടന്റെ മഹത്വം പിൽക്കാലത്ത് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് ഒരു ആഴത്തിലുള്ള സൗഹൃദവും ഒക്കെ ഉണ്ടായപ്പോഴും ആ മഹത്വത്തിന്റെ തിളക്കം ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ ഒരു ജീവിത വീക്ഷണം, അദ്ദേഹത്തിന്റെ എല്ലാത്തിനെ കുറിച്ചുമുള്ള ഒരു അറിവ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ആകാശത്തിന് കീഴിലുള്ള ഭൂമിയിലെ സർവ്വ വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോ ഏത് ഇതായിക്കോട്ടെ, ഒരു പരിസ്ഥിതിയെ കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ ആയുർവേദത്തെ കുറിച്ചായിക്കോട്ടെ, മോഡേൺ മെഡിസിനെ കുറിച്ചായിക്കോട്ടെ, ഇങ്ങനെ രാഷ്ട്രീയത്തെ കുറിച്ചായിക്കോട്ടെ, തത്വചിന്തയെ കുറിച്ചായിക്കോട്ടെ, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഒരു കൃത്യമായ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ധാരണയിൽ നിന്ന് ചില കൃത്യമായ നിലപാടുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ശ്രീനേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധതയില്ലെങ്കിൽ അല്ലെങ്കിൽ ചില നിലപാടുകൾ ഇല്ലെങ്കിൽ ഒരു കലാകാരനാവുകയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു മഹാപ്രതിഭ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് പലപ്പോഴും നമ്മളൊരു ഹാസ്യത്തിന്റെ വലിയ ഒരു തമ്പുരാൻ എന്നൊക്കെയാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറ്. തീർച്ചയായും ഹാസ്യത്തിന്റെ ഒരു വലിയ ഒരു അപ്രമാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ്. നമ്മുടെ കുഞ്ചൻ നമ്പുരാരുടെയും ഇ.വി.യുടെയും സഞ്ജയിന്റെയും അതുപോലെ പിന്നീട് വി.കെ.ന്റെയും ഒക്കെ ഒരു പാരമ്പര്യം സാഹിത്യത്തിൽ അവർ തുറന്നു വെച്ച ഒരു വഴിയുണ്ട്. ശ്രീനേട്ടന്റെ സിനിമകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും അത്തരം ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലൂടെ വരും. കാര്യം ശ്രീനേട്ടനും ഈ സമൂഹത്തെ, മനുഷ്യനെ, അവന്റെ കാപട്യങ്ങൾ, അവന്റെ പൊങ്ങച്ചങ്ങൾ, അവന്റേതായ ചില നാട്യങ്ങൾ, അഹംഭാവങ്ങൾ, ഇതൊക്കെ അവന്റെ നേരെ തന്നെ ഒരു കണ്ണാടി ഇങ്ങനെ പിടിച്ച് അവനെ തന്നെ കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള സൃഷ്ടികൾ. അത് സിനിമയിൽ ജീവിതത്തിന്റെ തന്നെ നേർക്കാഴ്ചയായിട്ട് അനുഭവിപ്പിക്കുകയും അതിന് കൃത്യമായ നർമ്മവും ആക്ഷേപഹാസ്യവും വിമർശനവും എല്ലാം കൂട്ടിച്ചേർത്ത് ആർക്കും ഒരു നോവുണ്ടാക്കാത്ത രീതിയിൽ അതിനെ ഏറ്റവും ആസ്വാദ്യകരമായി അവതരിപ്പിക്കുന്ന ഒരു രാസവിദ്യ അത് ശ്രീനേട്ടൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.